ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി. കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതി ഇപ്പോൾ കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവരെ കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി മൊത്തം 5 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട തീയതികൾ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 ഓഗസ്റ്റ് 19 അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 മുമ്പേ ആയിട്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ദെൻ, സ്ഥാപനത്തിൻ്റെ പേര് കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതി. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് കേരളത്തിൽ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ജോലി. ഒഴിവുകളുടെ എണ്ണം 5 ആണ്. ജോലി സ്ഥലം ആൾ ഓവർ കേരളയാണ്. ജോലിയുടെ ശമ്പളം 55,000 ആണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. നെക്സ്റ്റ് പറയുന്നത് തസ്തികയുടെ പേര്, വാക്കൻസി ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് എന്നിങ്ങനെയാണ്. ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. 55,000 ആണ് സാലറി. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് വാക്കൻസി 1 ആണ്. 55,000 ആണ് സാലറി. നെക്സ്റ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ വാക്കൻസി 3 എണ്ണമാണ്. സാലറി 55,000 ആണ്. വാക്കൻസി കുറവാണെങ്കിലും മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര് ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ. പ്രായപരിധി 60 ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് 60. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ 60 ആണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര് ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ. MTech ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണ്ടത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ MTech ആണ് വേണ്ടത്. ഇതിലെ എലിജിബിൾ ആയവർക്ക് ഈ പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. OBC, SC, ST, EWS, ഫീമെയിൽ, PWBD കാറ്റഗറിയിൽ പെട്ടവർക്കൊന്നും അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് എടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. നെക്സ്റ്റ്, അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്